നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒന്നുകിൽ അർജന്റീന അല്ലെങ്കിൽ ബ്രസീൽ, രണ്ടാലൊരു ടീമേ ഉണ്ടാകൂ. അടുത്ത ഒളിമ്പിക്സിന് രണ്ടാലൊരു ടീമേ ഉണ്ടാകൂ. ഇന്നത്തെ കളി വിജയിക്കുന്നവരാരോ അവരായിരിക്കും പാരീസ് ഒളിമ്പിക്സിൽ കളിക്കുക. ഇന്ന് ആ തീ പറക്കുന്ന പോരാട്ടം നടക്കുകയാണ് വെനിസ്വലയിൽ വെച്ച്. കിടിലൻ മത്സരം, ആരാധകർ ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ പുലർച്ചെ 2 മണിക്കാണ് ആ കളി ആരംഭിക്കുക. എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന പോരാട്ടം. ഇപ്പോൾ നമുക്കറിയാം, ഒളിമ്പിക് ക്വാളിഫയറിൽ ഫൈനൽ റൗണ്ട് മത്സരങ്ങളിൽ ബ്രസീൽ 2 കളികളിൽ നിന്ന് 1 കളി വിജയിച്ചു, 3 പോയിന്റോടെ ആ ഗ്രൂപ്പിൽ രണ്ടാമതാണ്. അർജന്റീന 2 കളികൾ 2ഉം സമനില, 2 പോയിന്റോടെ മൂന്നാമതാണ്. ആദ്യ 2 സ്ഥാനക്കാർ മാത്രമേ ഒളിമ്പിക്സ് കളിക്കുകയുള്ളൂ. 2 കളികളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് പരാഗ്വേ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പരാഗ്വേ ഏതാണ്ട് മുന്നോട്ട് പോകും, അക്കാര്യം ഉറപ്പാണ്. പിന്നെയുള്ള കാര്യം ബ്രസീൽ അർജന്റീന മത്സരം എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. അതിൽ ആര് ജയിക്കും, ആ ജയിക്കുന്ന ടീമിന് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഇന്നൊരു തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 2 ടീമും ഏത് തരത്തിലുള്ള 11 കൊണ്ട് ഇറങ്ങും എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കുന്നു. ഇപ്പോൾ അർജന്റീനയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ലിയാൻഡ്രോ ബ്രൈ അവരുടെ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങും. മറ്റ് പൊസിഷനുകളിൽ ജോക്കിൻ ഗാർഷ്യ, മാർക്കോ ഡി സെസാർ, നിക്കോളാസ് വാലന്റീൻ ബാർക്കോ അദ്ദേഹം മടങ്ങിയെത്തുകയാണ്. അപ്പം ബാർക്കോ കളിക്കും. പിന്നെ ഇക്കി ഫെർണാണ്ടസ്, യുവാൻ സ്ഫോർസ, ക്രിസ്ത്യൻ മെഡിന, തിയാഗോ അൽമെയ്ഡ, പാബ്ലോ സൊളാരി, സാന്റിയാഗോ കാസ്ട്രോ എന്നിവരെയാണ് നമ്മൾ അവരുടെ ആദ്യ 11-ൽ പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിൻ്റെ ഭാഗത്ത് എൻറിക്കും കെന്നഡിയും 2 സൂപ്പർ മുന്നേറ്റ നിരക്കാർ, അവരിലാണ് ബ്രസീലിൻ്റെ പ്രതീക്ഷ. ബ്രസീലിൻ്റെ 11 ഗോൾ കീപ്പറായിട്ട് മൈസേൽ, പിന്നെ കെൽവൻ ആർദർ ഷെവാസ്, ലൂക്കാസ് ഫാസോൺ, അലക്സാണ്ടർ ആൻഡ്രി, മൗറീസിയോ, ഗബ്രിയൽ പിഴാനി, ഗബ്രിയൽ പെക്ക്, ജോൺ കെന്നഡി, കെന്നഡിയും എൻറിക്കും മൗറീസിയോയും ചേരുന്ന മികച്ച ടീമും കൊണ്ട് ബ്രസീലും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 കിടിലൻ ടീമുകൾ തമ്മിലുള്ള സൂപ്പർ പോരാട്ടം നാളെ പുലർച്ചെ 2 മണിക്കാണ് കളി. ഇനിയുള്ള ചോദ്യം പല സുഹൃത്തുക്കളും ചോദിക്കുന്നതാണ്, ഈ കളി എങ്ങനെ ഇന്ത്യയിൽ ലൈവ് കാണാമെന്ന്. ഒരു കാര്യം നമുക്ക് പറയാം, ഒഫീഷ്യലായിട്ട് ഒരു ചാനലിലും ഇത് ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല. പിന്നെ കളി കാണാൻ മറ്റു വഴികൾ അത് നമ്മുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.